സമസ്തനെ ഒരിക്കലും ഏതെങ്കിലും നിലക്ക് വ്യംഗ്യമായോ സൂചനാപരമായോ ഒക്കെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് ഇവിടെ. സമസ്തൻ്റെ തീരുമാനങ്ങളൊക്കെ അത് കാറ്റിൽ പറത്തുന്നവരുണ്ട്, സമസ്തനെ ചെറുതാക്കാനും വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്, അതിനുവേണ്ടി പല പൊള്ളും പറയുന്നവരുണ്ട്, പലരെക്കൊണ്ടും പറയിപ്പിക്കണവരുണ്ട്. മനസ്സിലായില്ലേ? ഇങ്ങനെ പറയുന്ന ഒരുത്തനോട് മുമ്പ് ചോദിച്ചു, ഈ എന്തെങ്ങനെയൊക്കെ പറയാൻ കാരണം? ഒന്നല്ല, എന്നെ 2-3 ആളുകളാണ് ഇതിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ഇന്ന ആചാരാണ്, ഒന്ന് ഇന്ന ആചാരാണെന്നാണ്, ഒന്ന് ഇന്ന മൂല്യരുമാണെന്നാണ്. ഓലാണ് എനിക്കിതൊക്കെ എഴുതി തരുന്നത്. കാരണം ഇവൻ അങ്ങനെയൊന്നും പറയാൻ അറിയില്ല. പിന്നെ എങ്ങനെ ഇപ്പം പറഞ്ഞു? ഞാൻ വിചാരിച്ചു ഇവൻ എന്താ ഇപ്പോൾ ഭയങ്കര സംഭവമായി മാറിയില്ല, എങ്ങനെ ഇതൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ അതാണ് ആരോ എഴുതി കൊടുത്തത് പറയണം. പിന്നെ എന്തെയും പൈസ ഇട്ടലുണ്ടാന്ന് ചോദിച്ചു. അതും ഉണ്ട് എന്നാണ്. അപ്പം ആ പണിയൊക്കെ നമുക്കും അറിയാത്തതുകൊണ്ടല്ല, ആരെങ്കിലുമൊക്കെ പൈസ കൊടുത്തിട്ട് അത് ശങ്കര പേരുള്ളവരോ അല്ലാത്തവരൊക്കെ ഉണ്ടാവും. അനിൽ മുഹമ്മദൊക്കെ കൂട്ടി എഴുതിയതും അങ്ങനത്തെ അല്ലാത്ത പല പേരുകളൊക്കെ ഉണ്ടാവും. അപ്പം അവർക്കൊക്കെ പൈസ കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് തോന്നിയസനം പറയിപ്പിക്കുന്ന പണികളൊക്കെ നമുക്ക് അറിയാത്തതുകൊണ്ടല്ലല്ലോ. അതൊന്നും നമ്മളുടെ മാന്യതയുടെ നമ്മളുടെ പാരമ്പര്യമാവുന്ന സ്വഭാവത്തിനോടോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സ്വഭാവത്തിനോടൊന്നും യോജിച്ചതല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു പണിക്ക് നിൽക്കണമെങ്കിൽ പറയുന്നവരൊക്കെ പറയട്ടെ. ഷെയ്ഖുന പറഞ്ഞതുപോലെ പറയുന്നവരൊക്കെ പറയട്ടെ. വല്ല നന്മയുണ്ടെങ്കിൽ അത് നമ്മളെ ഹസനാത്തേക്ക് ഇങ്ങോട്ട് വരുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ വെറ്റുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നന്നായി. കാരണം അധികം ഉണ്ടാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഷെയ്ഖുന അങ്ങനെ പറഞ്ഞത്.